അയ്യപ്പ സന്നിധിയിലെത്തുന്ന ഭക്തർക്ക് അടിയന്തര ഘട്ടത്തിൽ സേവന സന്നദ്ധരായി കാസർഗോഡ് നിന്നുമുള്ള എമർജൻസി സ്ട്രക്ചർ ടീം 20 പേരാണ് സംഘത്തിലുള്ളത്. ശിവപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പാണ്ഡിത്താവളത്തിന് സമീപമാണ് ഭക്തരെ സഹായിക്കാൻ രംഗത്തുള്ളത്. കാനനപാത വഴിയെത്തുന്ന ഭക്തരിൽ അവശത അനുഭവിക്കുന്ന നിരവധി പേർക്കാണ് ഇവർ താങ്ങായത്. വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ ലഭിക്കുന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാനനപാതയിൽ അകപ്പെടുന്ന ഭക്തരെ ഇവർ അതിവേഗം സ്ട്രെച്ചറിൽ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുന്നത്. നാട്ടിൽ വിവിധ ജോലികളിൽ ഏർപ്പെടുന്ന സംഘം തുച്ഛമായ ശമ്പളത്തിലാണ് ഇവിടെ സേവനത്തിനെത്തിയിരിക്കുന്നത്. എല്ലാ മലയാള മാസങ്ങളിലും നട തുറക്കുന്ന സമയത്ത് ഇവർ ശബരിമലയിലെത്തി ജോലി ചെയ്തു മടങ്ങുമെന്ന് സംഘത്തിലുള്ള ശിവപ്രസാദ് പറഞ്ഞു. ഞങ്ങൾ അയ്യപ്പ സമാജത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അത് പാലക്കാടുള്ള കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ സ്വാമിയാണ്, ഒരു ഗുരുസ്വാമിയാണ് ഞങ്ങളിവിടെ എത്തിച്ചത്. സ്കെച്ചർ വർക്കായിട്ട് ടീമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ വന്നിട്ട് തന്നെ 3 വർഷങ്ങളാവുന്നു. അപ്പോൾ നമ്മളൊരു സേവനം എന്ന രീതിയിലാണ് ഈ പണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം വെച്ചാൽ ഇവിടെ വന്ന് ഈ ശബരിമലയിൽ 10-20 പ്രാവശ്യം വന്നിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് വരുന്ന സ്വാമിമാർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ സേവനമായിട്ട് കൂട്ടിയിരിക്കുന്നത്. സേവനം എന്ന് തന്നെ പറയാൻ പറ്റില്ല, ചെറിയ ശമ്പളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത് തന്നെയല്ല, അതല്ല ഞങ്ങൾ കണക്കൂട്ടുന്നത്. ഞങ്ങൾ മൊത്തത്തിൽ സേവനമാണ്. വൃശ്ചികം 1 മുതൽ ജനുവരി 14 വരെ മകരജ്യോതി വരെ സേവനം വരുന്ന സ്വാമിമാർക്ക് ബുദ്ധിമുട്ടുകളെ പരിഹരിച്ചുകൊണ്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കിട്ടുന്ന സഹായം, അതാണ് സ്ട്രക്ചർ വർക്ക് കൊണ്ട് ഉപയോഗിക്കുന്നത്. സ്വാമിമാർക്ക് എന്ത് ബുദ്ധിമുട്ട് വരുന്ന അതിലേക്ക് നമ്മൾ ഓടിയെത്തുന്നുണ്ട്. കാരണം എടുത്തുകൊണ്ട് പോകേണ്ട ആൾക്കാരെ വരുന്നുണ്ട്, നടത്തിക്കൊണ്ട് പോകേണ്ട ആൾക്കാരെ വേണ്ടി ഒരാളെ കാണാണ്ട് പോയിക്കുന്ന തപ്പി പിടിക്കുന്നത്, അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.